മക്കളെ, ഹിരോഷിമയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് 2025. വെൽക്കം ടു ക്വിസ് കാർണിവൽ. ഒന്നാമത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. ഹിരോഷിമ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? ഉത്തരം ഓഗസ്റ്റ് 6. രണ്ടാമത്തെ ചോദ്യം, ഹിരോഷിമയിൽ വീഴ്ത്തിയ അണുബോംബിൻ്റെ പേരെന്താണ്? ഉത്തരം ലിറ്റിൽ ബോയ്. ഹിരോഷിമ ദുരന്തത്തിന് ശേഷം ആണവ നിരായുധീകരണത്തിനെ ശക്തമായി വാദിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഹിരോഷിമയിലെ അണുബോംബ് സ്ഫോടനം ഏത് വർഷമാണ് നടന്നത്? ഉത്തരം 1945. ഇന്ത്യ സന്ദർശിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത ഹിരോഷിമയിലെ സമാധാന സ്മാരകത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഹിരോഷിമ സമാധാന സ്മാരകം. ഹിരോഷിമ അണുബോംബ് കാരണം ഉടനടി എത്ര പേര് മരിച്ചെന്നാണ് കണക്കാക്കപ്പെടുന്നത്? ഉത്തരം ഏകദേശം 80,000 പേർ. ഹിരോഷിമയിൽ അണുബോംബ് വീഴ്ത്തിയ രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്കൻ ഐക്യനാടുകൾ അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഹിരോഷിമ ദിനം 2025 പ്രധാന വിഷയം എന്താണ്? ഉത്തരം മാറ്റത്തിൻ്റെ കാലത്ത് സമാധാനം കെട്ടിപ്പടുക്കുക. 2025 ഹിരോഷിമ അണുബോംബ് സ്ഫോടനത്തിന് എത്ര വർഷമായി പൂർത്തിയാകുന്നു? ഉത്തരം 80 വർഷങ്ങൾ. ഹിരോഷിമ സമാധാന സ്മാരക മ്യൂസിയം ലോകത്തിന് നൽകുന്ന പ്രസിദ്ധമായ സന്ദേശം എന്താണ്? ഉത്തരം ഇനി ഹിരോഷിമകൾ വേണ്ട. ഹിരോഷിമയിലെ അണുബോംബ് സ്ഫോടനത്തിന് ഉത്തരവിട്ട അമേരിക്കൻ പ്രസിഡന്റ് ആര്? ഉത്തരം ഹാരി ട്രൂമാൻ. ഹിരോഷിമയിൽ ബോംബ് വീഴ്ത്തിയ US ദൗത്യത്തിൻ്റെ രഹസ്യനാമം എന്ത്? ഉത്തരം മാൻഹാട്ടൻ പ്രൊജക്റ്റ്. ഹിരോഷിമയിൽ അണുബോംബ് വീഴ്ത്തിയ അമേരിക്കൻ ബോംബർ വിമാനത്തിൻ്റെ പേര്? ഉത്തരം എനോള ഗേ. ഹിരോഷിമ നഗരത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? ഉത്തരം ഒട്ട നദി. ഹിരോഷിമ ബോംബിൽ ഉപയോഗിച്ച യുറേനിയത്തിൻ്റെ തരം എന്ത്? ഉത്തരം യുറേനിയം 235. ഹിരോഷിമ ബോംബിങ്ങിന് ശേഷം ഏത് യുദ്ധം അവസാനിച്ചു? ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം. ഹിരോഷിമ സ്മാരകങ്ങളിൽ സമാധാനത്തെ പ്രതിനിധീകരിക്കുന്ന ചിഹ്നം എന്ത്? ഉത്തരം പേപ്പർ ക്രെയിനുകൾ അഥവാ സഡാക്കോ കൊക്കുകൾ.